ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ദൈവസഭയുടെ ദൗത്യത്തെപ്പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു സഭയ്ക്ക് നൽകിയതായ ദൗത്യം, ഗ്രേറ്റ് കമ്മീഷൻ, മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിൻ്റെ 12-18 മുതലുള്ളതായ വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നിയോഗമാണ്, ദൗത്യമാണ് ദൈവസഭയ്ക്ക് നൽകിയിട്ടുള്ളത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം എന്ന് പറയുന്നത് ലോകചരിത്രത്തിൽ സുപ്രധാനമായൊരു സംഭവം തന്നെയാണ്. ആ ക്രൂശീകരണത്തിൻ്റെ പുറകിൽ വ്യക്തമായൊരു ദൈവിക കാര്യപരിപാടി ഉണ്ടായിരുന്നു. അത് മാനവരാശിയുടെ രക്ഷാ പദ്ധതി തന്നെയാണ്. പാപം ചെയ്ത മനുഷ്യവംശം രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ദൈവത്താൽ തന്നെ ക്രമീകരിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് രക്ഷാകര പദ്ധതി, രക്ഷാകര ദൗത്യം എന്നുള്ളത്. ആ പദ്ധതി നിർവഹിക്കുവാൻ വേണ്ടി ദൈവം ലോകത്തിലേക്ക് അയച്ചത്, ലോകത്തിൽ നൽകിയത്, കൈമാറിയത് യേശുക്രിസ്തുവിനെ തന്നെയാണ്. അതായത് തൻ്റെ ഏകജാതനായ പുത്രനെ തന്നെ. അത് നാം പരിഗണിക്കുമ്പോൾ ലോകചരിത്രത്തിലെ ആദ്യത്തെ മിഷണറി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്, ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് നാം വായിക്കുന്നു. യേശുക്രിസ്തു ദൈവത്തിൻ്റെ ദാനമാണ്. ലോകത്തിന് ലഭിച്ച ഏറ്റവും മഹത്തായ ശ്രേഷ്ഠമായ ദാനമാണ്, ഡിവൈൻ ഗിഫ്റ്റാണ്, മിഷണറിയാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ആരും നശിച്ചു പോകരുത് എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. എല്ലാവർക്കും നിത്യജീവൻ ലഭിക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ്. ക്രിസ്റ്റോളജിയിൽ യേശുവിന് ദി സെൻഡ്, അയക്കപ്പെട്ടവൻ എന്നർത്ഥമുണ്ട്. പിതാവ് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അവൻ തൻ്റെ ദൗത്യം നിർവഹിക്കുന്നത് കാൽവരിയിലെ ക്രൂശീകരണത്തോടുകൂടിയാണ്. ആ ദൗത്യം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു. അവിടുന്ന് കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടു, രക്തം ചൊരിഞ്ഞു, മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരം സാധ്യമാക്കി. ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ അന്ത്യമൊഴി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, അത് നിവർത്തിയായി, ടെറ്റലസ്റ്റായി. ആ മഹാദൗത്യം പൂർത്തീകരിക്കപ്പെട്ടു, നിവൃത്തിയാക്കപ്പെട്ടു. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുന്നത്, ഇവയുടെ മോചനമുള്ളിടത്ത് ഇനി പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യാതൊരു യാഗത്തിൻ്റെയും ആവശ്യമില്ല. യാഗങ്ങൾ പരിപൂർണമാക്കപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുകൂടെ മാനവരാശിയുടെ വീണ്ടെടുപ്പ് സാധ്യമായി. ഈ മഹാദൗത്യം കർത്താവായ യേശുക്രിസ്തു സഭയെ ഫലമേൽപ്പിച്ചു. ആ മിഷൻ സഭയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടു, സഭയെ ഫലമേൽപ്പിച്ചു. നാം വായിക്കുന്നുണ്ട് പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വാഗ്ദത്തം അല്ലെങ്കിൽ തീരുമാനം, അഭിഷേകം എന്ന് പറയുന്നത് നമ്മെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശത്തിലേക്ക് നയിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും വിശുദ്ധ വംശവും സ്വന്തം ജനവും. തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്, സ്വന്തം ജനമാണ്. നാം അവിടുത്തെ ദൗത്യവാഹകരാണ്. നാം വാസ്തവം പറഞ്ഞാൽ രാജകീയ പുരോഹിതവർഗമാണ്. നമുക്ക് ആരാധിക്കുവാനും ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുവാനും വിളംബരം ചെയ്യുവാനുള്ളതായ അവകാശം, അധികാരം, അഭിഷേകം കൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ കാര്യം, ഈ ദൗത്യം സഭ ഏറ്റെടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ പിതാവാം ദൈവത്തിൻ്റെ ഹിതപ്രകാരം കർത്താവായ യേശുക്രിസ്തു ഈ മഹാദൗത്യം, ഉത്തരവാദിത്വം സഭയെ ഏൽപ്പിച്ചിരിക്കുന്നു. അവിടുന്ന് ശിഷ്യന്മാർക്ക് ഈ ദൗത്യം നൽകി, അതിനുള്ളതായ അഭിഷേകം നൽകി, സഭയെ ഫലമേൽപ്പിച്ചു. അവിടം മുതൽ ഈ ദൗത്യവാഹകരായി വീണ്ടെടുക്കപ്പെട്ട എല്ലാ വിശുദ്ധരും യോഗ്യതയുള്ളവരായി തീർന്നിരിക്കുകയാണ്.
രക്ഷിക്കപ്പെട്ട് ദൈവകൃപ അനുഭവിച്ച് പാപത്തിൻ്റെ പരിഹാരം വന്ന് നിത്യജീവൻ പ്രാപിച്ച് ആ മക്കൾ, ആ ജനം, അത് ദൈവത്തിൻ്റെ അഭിഷിക്ത ജനമാണ്, രാജകീയ പുരോഹിതവർഗമാണ്. അവിടെ ഏറ്റവും ശ്രേഷ്ഠമായ ദൗത്യം, കർത്തവ്യം എന്ന് പറയുന്നത് ലോകമെമ്പാടും സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. ആ പ്രൊക്ലമേഷൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേകമാണ്, അധികാരമാണ്. കർത്താവായ യേശു ക്രിസ്തു അത് നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. ഈ ദൗത്യം നിർവഹിക്കുവാനുള്ളതായ മഹാഭാഗ്യം ദൈവകൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ ദൗത്യം അതുതന്നെയാണ്. സുവിശേഷ പ്രവർത്തനം, സുവിശേഷ പ്രഘോഷണം, മിഷണറിമാർ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് തിരുവെഴുത്ത് നൽകുന്നതായ ചില സൂചനകൾ കൂടെ നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ പ്രവൃത്തികളുടെ പുസ്തകം, അപ്പസ്തോല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പ്രവർത്തനത്തിൻ്റെ ഭൂമികയെപ്പറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൂമിയുടെ അറ്റത്തോളം എന്ന വാക്കാണ് നമ്മുടെ കാണുക. ജെറുസലേമിൽ നിന്ന് ഭൂമിയുടെ അറ്റത്തോളം, കിഴക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ് എല്ലാ ദിശകളിലേക്കും, അതേ ഭൂമിയുടെ അതിരുകളോളം ഈ പ്രൊക്ലമേഷൻ നടക്കണം. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്താൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്താൽ മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരം സാധിച്ചിരിക്കുന്നു എന്നുള്ള ആ രാജകീയ വിളംബരം ദിക്കെങ്ങും പ്രഘോഷിക്കപ്പെടണം. അത് ഭൂമിയുടെ അതിരുകളിൽ തന്നെ മുഴങ്ങണം. നാം വായിക്കുന്നുണ്ട് അപ്പസ്തോല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ, ആകയാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച് നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും ശമരിയിലും അതേ ഭൂമിയിലറ്റമ്പോളം എൻ്റെ സാക്ഷികളാകുവിൻ എന്ന് കർത്താവ് പറയുകയാണ്. അവിടെ ഒരു രാജ്യവും ഒരു ദേശവും ഒരു വ്യക്തിയും ഒഴിവാക്കപ്പെടുന്നില്ല, മാറ്റപ്പെടുന്നില്ല, അവഗണിക്കപ്പെടുന്നില്ല. എല്ലാ വ്യക്തികളോടും, എല്ലാ സമൂഹങ്ങളോടും, എല്ലാ ഭാഷക്കാരോടും, എല്ലാ ദേശനിവാസികളോടും, ജാതി, മത, വർണ്ണ, വിഭാഗ വ്യത്യാസം കൂടാതെ സകല ആളുകളോടും ഈ സുവിശേഷം പ്രഘോഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടപ്പാട്, ദൗത്യം എന്ന് പറയുന്നത് ഈ സുവിശേഷീകരണത്തിൽ പങ്കാളികളായി തീരുക എന്നുള്ളതാണ്. ലോകമാസകലം സുവിശേഷം എത്തുക എന്ന് പറഞ്ഞാൽ സാങ്കേതികമായ അർത്ഥത്തിൽ വേൾഡ് ഇവാഞ്ചലിസം തന്നെയാണ്, വേൾഡ് ഇവാഞ്ചലൈസേഷൻ തന്നെയാണ്. എല്ലാ ജാതികളോടും സുവിശേഷം അറിയിക്കണം, എല്ലാ ഭാഷക്കാരോടും സുവിശേഷം അറിയിക്കണം, എല്ലാ ഗോത്രക്കാരോടും സുവിശേഷം അറിയിക്കണം, എല്ലാ ജാതിയിൽപ്പെട്ടവരോടും സുവിശേഷം അറിയിക്കണം. അത് ധനാഢ്യരോടും ദരിദ്രരോടും അറിവില്ലാത്തവരോടും വിജ്ഞാനികളോടും എല്ലാവരോടും ഈ സുവിശേഷം അറിയിക്കേണ്ട മഹാഭാഗ്യമാണ്, ബാധ്യതയാണ് ദൈവകൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ എന്നാണ്. ഈ പ്രേക്ഷിത ദൗത്യത്തിൽ പങ്കാളികളായി തീർന്നിട്ടുള്ള എല്ലാ ആളുകളും, വീണ്ടെടുക്കപ്പെട്ട എല്ലാ ആളുകളും, സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരുപോലെ ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയണം, അവർ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. ഏറ്റവും ശ്രേഷ്ഠമായ പദവിയാണത്. ദൈവത്തോടുകൂടെ കൂട്ടുവേലയിൽ ഏർപ്പെടുന്നവരാണ് ഞാനും നിങ്ങളും. നാം എല്ലാവരും ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ സഹകാരികളാണ്, പങ്കാളികളാണ്. ആ ദൗത്യം നാം നിർവഹിക്കുവാൻ ബാധ്യസ്ഥരാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ അതിൻ്റെ 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികൾ എന്നുള്ളതാണ്. അത് നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുകയാണ്. ആ ഗൗരവബോധം നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കണം. സ്ഥാനപതി എന്ന് പറഞ്ഞാൽ അംബാസിഡറാണ്. ക്രിസ്തുവിൻ്റെ സ്ഥാനപതികൾ, ക്രിസ്തുവിൻ്റെ അംബാസിഡറായി നാം പ്രവർത്തിക്കേണ്ടതാണ്. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന മേഖലയിൽ, രാഷ്ട്രത്തിൽ, ഏത് ദേശത്തായാലും ഏത് ഗോത്രവർഗങ്ങൾക്കിടയിലും കൊള്ളാം, അവിടെയെല്ലാം നമ്മുടെ ഉത്തരവാദിത്വം കർത്താവിൻ്റെ സ്ഥാനപതിയായി നാം പ്രവർത്തിക്കുക, പ്രതികരിക്കുക, ഏർപ്പെടുക, സംസാരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവിയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അത് യൂറോപ്യൻ രാജ്യങ്ങളിലായാലും കൊള്ളാം, അമേരിക്കയിലായാലും കൊള്ളാം, ആഫ്രിക്കയിലായാലും കൊള്ളാം, ഇന്ത്യയിലായാലും കൊള്ളാം, ലോകത്തിൽ എവിടെയായാലും കൊള്ളാം. അത് യാദൃച്ഛികമായി സംഭവിച്ചു എന്ന് ചിന്തിക്കേണ്ടതായിട്ടില്ല. ഒരുപക്ഷെ ഉദ്യോഗാർത്ഥം വന്നവരാകാം, ജോലി തേടി വന്നവരാകാം, വിദ്യാർത്ഥികളായി വന്നവരാകാം,
മറ്റേതെങ്കിലും നിലയിലുള്ളതായ സാമ്പത്തികമായ ഉദ്ധാനത്തിന് വേണ്ടി വന്നവരാകാം. അതെല്ലാം നല്ലതാണ്, ഒരു കുഴപ്പവുമില്ല. എന്നാൽ അതിൻ്റെ പുറകിൽ മറ്റൊരു ലക്ഷ്യം കൂടെ, ദിവ്യമായ ലക്ഷ്യം കൂടെ, ഒരു പദ്ധതി കൂടെ പിതാവാൻ ദൈവത്തിന് നമ്മെ കൊണ്ട് സാധിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ക്രിസ്തുവിൻ്റെ പകരക്കാരനായി, ക്രിസ്തുവിൻ്റെ സ്ഥാനപതിയായി അവിടെ നിൽക്കുക എന്നുള്ളത്. ജിമ്മി കാർട്ടർ അമേരിക്കയിൽ ഒരു നിലക്കടല ഭൂമികയിൽ കഴിഞ്ഞുകൂടിയ ആളാണ്. ആ കൃഷിത്തോട്ടത്തിൽ കഴിഞ്ഞുകൂടിയതാണ്. എങ്കിലും അപ്പോഴും അദ്ദേഹത്തിന് ഒരു ബോധ്യമുണ്ടായിരുന്നു, തികച്ച വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ്. ജിമ്മി കാർട്ടർ ആ തലത്തിൽ നിന്ന് ഏറെ ഉയർന്നു അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് മാറി. അപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ബോധം എന്ന് പറയുന്നത്, ഞാൻ അടിസ്ഥാനപരമായി ക്രിസ്തുവിൻ്റെ ദാസനാണ്, ക്രിസ്തുവിൻ്റെ പകരക്കാരനാണ്. അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അമേരിക്കയുടെ പ്രസിഡൻ്റായതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഞാൻ ക്രിസ്തുവിൻ്റെ പകരക്കാരനായി ജീവിക്കണം എന്നുള്ളതാണ്. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇടവക പള്ളിയിൽ ചെന്ന് അവിടുത്തെ സൺഡേ സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. അധ്യാപക വൃത്തിയിൽ അദ്ദേഹം അഭിമാനം കണ്ടിട്ടുണ്ട്. കുട്ടികളോട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക, കുട്ടികളെ പരിശീലിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രഖ്യാപിതമായ നയമായിരുന്നു, ശൈലിയായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത പ്രയാണത്തിൽ 100-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നും അദ്ദേഹം ഈ ആത്മീയ ശുശ്രൂഷയിൽ, ഈ കർത്തൃസേവയിൽ ഏറെ അഭിമാനമുള്ളവനായി, സംതൃപ്തിയുള്ളവനായി തുടരുകയാണ്. ഒരു കാര്യം നാം ഓർക്കണം, ഏത് സ്ഥാനത്ത് നാം ചെന്നാലും, ഏത് പദവിയിലെത്തിയാലും, എന്തെല്ലാം ജീവിത സൗകര്യങ്ങൾ നമുക്കുണ്ടായാലും, എന്തെല്ലാം പേരും പ്രശസ്തിയുണ്ടെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ നിഴൽ പോലെ പിന്തുടരേണ്ട ബോധം എന്ന് പറയുന്നത്, ഞാനൊരു പ്രേക്ഷിതനാണ്, ഞാൻ യേശു ക്രിസ്തുവിന് പകരം പ്രവർത്തിക്കേണ്ടവനാണ്, ഞാൻ അവിടുത്തെ സ്ഥാനപതിയാണ്, എൻ്റെ ദൗത്യം സുവിശേഷീകരണമാണ്. ആ ബോധം നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്. എൻ്റെ ധാരണ ശരിയാകുമെങ്കിൽ ലോകപ്രകാരമുള്ള എല്ലാ ജോലികളും നമുക്ക് നല്ലതാണ്, എല്ലാ രാജ്യങ്ങളും നമുക്ക് സ്വീകാര്യമാണ്, എല്ലാ സംസ്കാരങ്ങളും നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം നാം തിരിച്ചറിയണം, മനസ്സിലാക്കണം, എവിടെയായാലും അവിടെ യേശു ക്രിസ്തുവിനെ പകരക്കാരനായി നിലകൊള്ളണം എന്നുള്ളത് ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ലോകചരിത്രത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവി, ഒരു ബഹുമതി, ഒരു ഉദ്യോഗം, ഒരു സാധ്യത എന്ന് പറയുന്നത് സുവിശേഷകനായി തീരുക എന്നുള്ളതാണ്. പ്രേക്ഷിത ദൗത്യം നിറവേറ്റുക എന്നുള്ളതാണ്. ആ ദൗത്യബോധം ഒരിക്കലും നമുക്ക് മറക്കുവാൻ പാടില്ല, നഷ്ടപ്പെടുത്തുവാനായിട്ട് പാടില്ല. അതിൽ ഉറച്ചു നിൽക്കുവാനുള്ളതായ ആത്മീയമായ ഊർജം നാം സമ്പാദിക്കുകയും അത് ജീവിതത്തിൽ പ്രകടമാക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. എൻ്റെ സാക്ഷികളാകുവിൻ എന്നുള്ള പ്രയോഗത്തിൽ മറ്റൊരർത്ഥം കൂടെ ഒളിഞ്ഞിരിപ്പുണ്ട്. യേശുവിൻ്റെ പകരക്കാരനാവുക, യേശുവിന് വേണ്ടി പ്രവർത്തിക്കുക, യേശുവിൻ്റെ സാക്ഷ്യം നിറവേറ്റുക, യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക, അതൊരു സാക്ഷ്യമാണ്. അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ്. ഒപ്പം ആ പദത്തിന് രക്തസാക്ഷി എന്നുള്ള വാക്കുകൂടി ഉണ്ട്, അർത്ഥമുണ്ട്. സാക്ഷിയും രക്തസാക്ഷിയുമാണ്. എന്താണ് രക്തസാക്ഷി എന്ന് പറയുന്നത്? രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് അത് സ്വയം ഇല്ലാതാക്കുന്ന ഒന്നാണ്, സ്വയം ശൂന്യമാക്കുന്ന ഒന്നാണ്. കെനോസിൻ്റെ ഒരു സന്ദേശം കൂടെ കാണുവാൻ കഴിയും. എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുക എന്നുള്ളതാണ്. തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുക, സ്വന്തം ജീവൻ പോലും ത്യജിക്കുക. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്ദേശത്തിൻ്റെ പ്രഖ്യാപിതമായ കാതൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പസ്തോലന്മാർ എല്ലാവരും തന്നെ, യോഹന്നാൻ ഒഴികെ എല്ലാവരും തന്നെ രക്തസാക്ഷികളായി മരിച്ചവരാണ്. ജീവിതത്തിൽ കഷ്ടമുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, നഷ്ടങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. അതെല്ലാം വേണ്ടുവോളം സഹിച്ചവരാണ് ഈ ധീരന്മാരായ ദൈവദാസന്മാർ. അവർ ഒടുവിൽ സാക്ഷികളായിട്ട് മാറി, രക്തസാക്ഷികളായിട്ട് മാറി. അപ്പോസ്തലനായ പൗലോസിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഏറ്റവും മഹാനായൊരു മിഷണറി ആയിരുന്നു, പണ്ഡിതനായിരുന്നു, ഏറ്റവും സമ്പന്നനായ ഒരാളായിരുന്നു. ഇതെല്ലാം വേണ്ട എന്ന് വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ പ്രേക്ഷിത ദൗത്യത്തിൽ അദ്ദേഹം ഏർപ്പെട്ടു. എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ച മറ്റൊരു രഹസ്യം, അദ്ദേഹം അനുഭവിച്ചതായ കഷ്ടങ്ങൾ, പീഡനങ്ങൾ, ഭീഷണികൾ, വെല്ലുവിളികൾ, നിന്ന, പരിഹാസം, എല്ലാത്തിൻ്റെയും ലിസ്റ്റ്
അക്കമിട്ട് അദ്ദേഹം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. എന്നാൽ ആ കാര്യങ്ങളെല്ലാം നാം വിലയിരുത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ മഹത്വം, മാഹാത്മ്യം, അതിൻ്റെ പെരുമ എത്ര വലിയതാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അദ്ദേഹം അനേക ആളോട് സുവിശേഷം പങ്കുവച്ചു, അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. അനേക ദൈവസഭകളുണ്ടായി, അനേകം ആളുകളെ ശിഷ്യന്മാരാക്കി തീർത്തു. അനേകം പ്രവൃത്തികൾ അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തികളെല്ലാം നാം ചേർത്ത് വെച്ച് പഠിക്കുകയോ വായിക്കുകയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇതിൻ്റെ പേരിൽ സാധിക്കാവുന്ന നേട്ടങ്ങൾ ധാരാളമാണ്. എന്നാൽ വാസ്തവത്തിൽ പൗലോസിന് എന്താണ് നേടാൻ സാധിച്ചത്? ഭൗതികമായി യാതൊന്നും നേടാൻ സാധിച്ചില്ല. ധാരാളം ആളുകളെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ, ശിഷ്യന്മാരെ വളർത്തിയെടുക്കുവാൻ, വിശ്വാസ സമൂഹങ്ങൾ രൂപപ്പെടുവാൻ എല്ലാം കരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട മഹാനായ മനുഷ്യനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത ദൗത്യം കൊണ്ട് സാമ്പത്തികമായി യാതൊന്നും നേടുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന് ആദ്യമൊക്കെ കൂടെ മെറ്റീരിയലായി ലഭിച്ചിട്ടുള്ളത് കുറേ പുസ്തകങ്ങളാണ്, തോൽ ചുരുളുകളാണ്, ചർമ്മലിഖിതങ്ങളാണ്, ഒരു പുതപ്പുണ്ട്. ഇതിൽ കവിഞ്ഞ് മെറ്റീരിയലായി ഭൗതികമായി യാതൊന്നും സാധിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായിരുന്നില്ല. അദ്ദേഹം കർത്താവിന് വേണ്ടി ധീരമായി ശുശ്രൂഷിച്ച് അവസാനിക്കുന്ന കാഴ്ച കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിന് ഒരു ഉപനിധി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ട്രഷറി എന്ന് പറയുന്നത് സ്പിരിച്വലായിരുന്നു, ആത്മീയമായിരുന്നു. അതിൻ്റെ അർഹനാണ്, അർഹതയിൽ ഉറച്ചു നിൽക്കുന്നയാളാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ഓട്ടം ഞാൻ തികച്ചു, വിശ്വാസം ഞാൻ കാത്തു. അതെ, ഉന്നതമായ ശ്രേഷ്ഠമായ പദവിയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. ഒരു കാര്യം വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ പൗലോസിന് ലഭിച്ചതായ ആ വലിയ മിഷൻ, ആ ദൗത്യബോധം എനിക്കും നിങ്ങൾക്കുമുണ്ട്. നാം രക്ഷിക്കപ്പെട്ടവരാണ്, ദൈവകൃപ പ്രാപിച്ചവരാണ്, നിത്യജീവൻ്റെ ഓഹരിക്കാരാണ്, ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ മേൽ ചൊരിഞ്ഞതായ അഭിഷേകം എന്ന് പറയുന്നത്, കൃപ എന്ന് പറയുന്നത് സുവിശേഷീകരണത്തിലുള്ള പങ്കാളിത്തമാണ്. നിങ്ങൾക്ക് എന്തുമാത്രം സാവകാശങ്ങൾ ദൈവം തന്നു, എന്തുമാത്രം ഇടങ്ങൾ ദൈവം അനുവദിച്ചു തന്നു, എന്തുമാത്രം അവസരങ്ങൾ ദൈവം ഉപയോഗിച്ചു തന്നു, അപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഈ യേശു എന്നെ രക്ഷിച്ചു, യേശു എൻ്റെ രക്ഷകനാണ് എന്ന് ധൈര്യമായി അഭിമാനത്തോടെ പറയുവാൻ, ഈ സന്ദേശം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ സാവകാശം ലഭിച്ചിട്ടും അത് അവഗണിച്ചു പോയിട്ടുണ്ട് എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കുറ്റബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊരു കാര്യം, ഒരു ആത്മവിമർശനത്തിന് ഒരുങ്ങുകയും നിങ്ങളുടെ ഭാഗത്ത് വന്ന് വീഴ്ച ദൈവത്തോട് തുറന്നു പറയുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുമാത്രമല്ല, എനിക്ക് ഇനി ലഭിക്കുന്ന അവസരങ്ങൾ, ഇനി ലഭിക്കുന്ന സാവകാശങ്ങൾ, എനിക്ക് ലഭിക്കുന്ന ഇടങ്ങളെല്ലാം കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിക്കുകയും ഒപ്പം യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്നുള്ള ആ സദ്വാർത്ത മറ്റുള്ളവരോട് പങ്കുവയ്ക്കുകയും അവരെ കൂടെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ആ വലിയ ഉത്തരവാദിത്വം ചെയ്യും എന്ന് ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുവാനായിട്ട് സാധിക്കണം. അതാണ് ഏറ്റവും ആവശ്യമുള്ള കാര്യം. ജീവിതത്തിൽ ഔന്നത്യങ്ങളുണ്ടാകും, അച്ചീവ്മെൻറ്റുകളുണ്ടാകും, ഉയർച്ചകളുണ്ടാകും, ഉന്നതികളുണ്ടാകും. എല്ലാം ദൈവകൃപയാൽ സാധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അപ്പോഴൊന്നും നാം രക്ഷകനെ വിസ്മരിക്കുവാൻ പാടില്ല. അപ്പോഴൊന്നും നമ്മുടെ ആ ദൗത്യം നാം ഉപേക്ഷിക്കുവാൻ പാടില്ല. ദൗത്യബോധത്തോടുകൂടെ സത്യസന്ധമായി ആത്മാർത്ഥമായി യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുവാനുള്ളതായ മഹാഭാഗ്യം നമുക്കുണ്ടാകണം. അങ്ങനെ ലോക സുവിശേഷീകരണത്തിൽ, വേൾഡ് ഇവാഞ്ചലൈസേഷനിൽ ഒരു പങ്കാളിയായി തീരുവാൻ നമ്മെക്കൊണ്ട് സാധിക്കണം. അതിനുള്ള ദൈവവിളിയാണ് കൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ദൈവവിളി എനിക്കും നിങ്ങൾക്കുമുണ്ട്. നാം അത് തിരിച്ചറിയണം, മനസ്സിലാക്കണം. ആ വിളിക്ക് വിധേയപ്പെടുവാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ളതായ ഒരു സന്ദർഭമാണിത്, ഒരവസരമാണിത് എന്ന് വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേക്ഷിത ദൗത്യത്തിൽ ഒരു സുപ്രധാനമായ ഘടകശക്തിയാണ്. നാം അത് വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആകയാൽ പരിശുദ്ധാത്മാവ്, അതെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചിട്ട് ലോകത്തോട് സുവിശേഷം അറിയിക്കണം, ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം അറിയിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ആത്മീയ ഇന്ധനം എന്ന് പറയുന്നത്, ഒരു സ്പിരിച്വൽ എനർജി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ്.
നാം ഒരിക്കലും പരിശുദ്ധാത്മാവിനെ ഒരു തിയോളജിക്കൽ സബ്ജക്റ്റായിട്ട് വായിച്ച് കേട്ട് പഠിച്ച് ആ നിലയിൽ ഒതുക്കി നിർത്തുവാനിടയാകാതെ അവിടെയുള്ള സ്പിരിച്വൽ എനർജി നാം ഏറ്റെടുക്കുകയും ആ ശക്തിയെ നമ്മുടെ ജീവിതത്തിൽ സംഭരിച്ചു വയ്ക്കുകയും നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഊർജമായി ആ ശക്തിയെ നാം ഉൾക്കൊള്ളുകയും ചെയ്യണം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വിധേയപ്പെട്ട് അതിൻ്റെ നിറവോടുകൂടെ നാം സാക്ഷി ജീവിതത്തിന് വേണ്ടി പുറപ്പെടണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് തിയോളജിക്കൽ ഡിഗ്രികൾ പ്രാപ്യമാകും, അതുപോലെ തന്നെതായ പഠനങ്ങൾക്കുള്ള സാധ്യതകൾ നമുക്കുണ്ടാകും. പക്ഷെ അതെല്ലാം നല്ലത് തന്നെയാണെങ്കിലും പരിശുദ്ധാത്മ ശക്തിയില്ലാതെ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനം ഫലശൂന്യമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ശക്തിയുടെ അപാരമായ ശക്തി, അപാരമായ ചൈതന്യം അതുപോലെ തന്നെയാണ് പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും പോരാട്ടങ്ങളെയും വെല്ലുവിളികളെയും ഭീഷണികളെയും ധീരമായിട്ട് അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനുള്ളതായ സ്പിരിച്വൽ എനർജി നമുക്ക് ലഭിക്കുന്നത് ഈ പരിശുദ്ധാത്മ ശക്തിയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു പഠന വിഷയമാണ് എന്ന് മാത്രം കരുതി ഒതുക്കി വയ്ക്കാതെ നമ്മുടെ നിത്യജീവിതത്തിൽ അവിഭാജ്യ ഘടകമായി ഈ പരിശുദ്ധാത്മ ശക്തിയെ മനസ്സിലാക്കുവാൻ, ആ ഊർജം വേണ്ടുവോളം സംഭരിക്കുവാൻ, ആ ഊർജത്തോടുകൂടെ ഓരോ ചുവടും മുൻപോട്ട് വയ്ക്കുവാൻ നമ്മെക്കൊണ്ട് സാധിക്കേണ്ടതാണ്. അനേക ധീരന്മാരായ മിഷണറിമാരുടെ ചരിത്രത്തിൽ അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ വ്യക്തമായ ഇടപെടലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഇടപെടലാണ് ജീവിതത്തിൽ പ്രേക്ഷിത ദൗത്യത്തിൽ മുന്നേറുവാൻ, വിജയിക്കുവാൻ അവർക്ക് കരുത്ത് പകർന്നുകൊണ്ടിരിക്കുന്നത്. വേദനയുണ്ടാകാം, സങ്കടമുണ്ടാകാം, നിരാശയുണ്ടാകാം, നെടുവീർപ്പുണ്ടാകാം, ഭയമുണ്ടാകാം, പ്രതികൂല സാഹചര്യങ്ങൾ വേണ്ടുവോളം ഉണ്ടാകാം. പക്ഷെ അവിടെ ഒരു മടുപ്പ് തോന്നാതെ, പിന്മാറിപ്പോകാതെ, നിരാശപ്പെട്ട് തിരിച്ചു പോകാതെ അതിൻ്റെ നേരെ പ്രതികരിക്കുവാനുള്ളതായ കെൽപ്പ്, ആ ഊർജം നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. മാത്രവുമല്ല, പരിശുദ്ധാത്മാവാണ് കൗൺസിലർ, പരിശുദ്ധാത്മാവ് ഡയറക്ടറാണ്, പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രവർത്തനത്തിൽ പങ്കാളിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് നമുക്ക് കിട്ടുകയാണ്. എവിടെയാണോ, ഏത് വളവിലാണോ, ഏത് തിരിവിലാണോ അപകടം കാത്തിരിക്കുന്നത്, എവിടെയാണോ പ്രതിസന്ധിയുള്ളത്, അത് പറഞ്ഞു തരുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. ഒരു സുഹൃത്ത് നമ്മോട് മുഖത്ത് നോക്കി സംസാരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിന് ഇന്നും നമ്മോട് വ്യക്തമായി സംസാരിക്കുവാൻ, ഇടപെടുവാൻ, നമ്മുടെ വഴികൾ തിരിച്ചറിഞ്ഞ് പോകേണ്ട വഴി കാണിച്ചു തരുവാൻ, ഇതിലേ പോകൂ, അതിലേ പോകരുത്, ഇത് കൃത്യമായി നമ്മോട് പറയുവാൻ ഇന്നും പരിശുദ്ധാത്മാവിന് സാധിക്കും. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു തിയോളജിക്കൽ പഠന വിഷയം മാത്രമല്ല. നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ പ്രേക്ഷിത പ്രയാണത്തിൽ, നമ്മുടെ ആരാധനയിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഇടപെടലുകളിലെല്ലാം നിത്യം സമ്പർക്കം പുലർത്തേണ്ട ദൈവശക്തിയാണ്, ദൈവകൃപയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ആ പരിശുദ്ധാത്മാവാണ് സ്പർജനെ മുൻപോട്ട് നയിച്ചത്, D.L. മൂഡിയെ മുൻപോട്ട് നയിച്ചത്, സാങ്കിയെ മുൻപോട്ട് നയിച്ചത്, ഡോക്ടർ ബില്ലി ഗ്രഹാമിനെ മുൻപോട്ട് നയിച്ചത്, നമുക്ക് പരിചയമുള്ള ചുറ്റുപാടുകളിലെ എല്ലാ പ്രേക്ഷിത വീരന്മാരെയും മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സേനയിൽ അണിചേരുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് ഒരുക്കമുണ്ടോ? നിങ്ങൾക്ക് സമർപ്പണമുണ്ടോ? നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം വിസ്മരിക്കുവാൻ പാടില്ല. യെശയ്യാവ് എന്ന ചെറുപ്പക്കാരൻ ഒരിക്കൽ ദൈവത്തിൻ്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞു, ആരാധ്യനായ യഹോവയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. അതിൻ്റെ നടുവിൽ അവനൊരു കാര്യം മനസ്സിലായി. അവന് മനസ്സിലായി ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയണം എന്ന് മനസ്സിലായി. ദൈവത്തിൻ്റെ സ്വരം അവന് കേൾക്കുവാനിടയായി. അവൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയപ്പോൾ ദൈവം അവനോട് സംസാരിക്കുവാനിടയായി. ദൈവം സംസാരിച്ചിങ്ങനെയാണ്, ഞാൻ ആരെ അയക്കേണ്ടു, ആർ എനിക്ക് വേണ്ടി പോകും എന്നാണ്. ആ യുവാവ് ദൈവത്തിൻ്റെ സ്വരം കേട്ടറിഞ്ഞ് ദൈവത്തിൻ്റെ സ്വരത്തിന് വിധേയത്വം പുലർത്തി, ആ സമർപ്പണം ചെയ്തു. അവൻ പറഞ്ഞു, അടിയനെ അയക്കണമേ, അടിയൻ പോകാം എന്ന് പറഞ്ഞു. ആ യെശയ്യാവ് പ്രവാചകനായി മാറി അനേകരോട് ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ വിളിച്ചറിയിച്ചു, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ വിളിച്ചറിയിച്ചു. ജീവിതം അർത്ഥവത്തായി തീർന്നു, ധന്യമായി തീർന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ
നാം നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുമെങ്കിൽ നിശ്ചയമായും ദൈവത്തിന് ഇന്ന് നമ്മോട് സംസാരിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ആരെ അയക്കേണ്ടു, ആർ എനിക്ക് വേണ്ടി പോകും, അടിയനിതാ, അടിയൻ അയക്കണമേ എന്ന് നമുക്ക് പ്രതികരിക്കാം, വിധേയപ്പെടാം, സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.